ശ്രീ എൻ ജയചന്ദ്രൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നരേന്ദ്രമോദി വരികയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ നടത്തുന്നത്. ഇന്ന് അത് ഒരു പടി കൂടി കടന്നുകൊണ്ട് സഹകരണ ബാങ്ക് വിഷയം, കരുവന്നൂർ ബാങ്ക് വിഷയം മുൻനിർത്തി, അതുപോലെ എക്സാലോജിക് വിഷയം മുൻനിർത്തിക്കൊണ്ട് വലിയ ആരോപണങ്ങൾ ചൊരിയുന്ന പ്രധാനമന്ത്രിയെയാണ് നമ്മൾ തൃശ്ശൂരിലും അതുപോലെ തിരുവനന്തപുരത്തും കണ്ടത്. എന്തുകൊണ്ടാണ് CPIM-നെ ഇങ്ങനെ മോദി ഒരു പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു CPIM ഒരു കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രചാരണം പ്രധാനമന്ത്രി ഇവിടെ മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാന കാരണം എന്താണ്? നീലിമ, ഇത് ഈ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ പ്രസംഗവും തിരുവനന്തപുരം പ്രസംഗവും രണ്ടായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ കരുവന്നൂർ ഇഷ്യൂ, തൃശ്ശൂരാണല്ലോ അദ്ദേഹം ആദ്യം പ്രസംഗിച്ചത്, അവിടെ പറഞ്ഞത് എന്താണ്? 1 ലക്ഷം കോടി രൂപയുടെ സഹകരണ അഴിമതി, തൃശ്ശൂർ ജില്ലയിലെ CPM നേതാവിന് 100 കോടി രൂപയുടെ ഇതുമായി ബന്ധം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ എനിക്ക് വളരെ ഹമ്പിളായിട്ട് എളിയൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ചോദ്യം തെളിവ് വെച്ചുകൊണ്ടാണ്. അതായത് 2023 നവംബർ 1-നാണ് കരുവന്നൂരെ കേസ് സംബന്ധിച്ച് എറണാകുളം PMLA കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 12,000 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്. 55 പേരാണ് പ്രതികൾ. 90 കോടി രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ അഴിമതി നടന്നതായി പിന്നെ ആ കുറ്റപത്രത്തിൽ 12,000 പേജുള്ള കുറ്റപത്രത്തിൽ ചാർജ് ചെയ്തിരുന്നത്. എന്നിട്ട് ED പറയുകയാണ് PMLA കോടതിയിൽ, പിന്നെ ഇത് 1-ാം ഘട്ട കുറ്റപത്രമാണ്, അന്വേഷണം തുടരുന്നുണ്ട്, അത് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടമാകുമ്പോഴേക്കും അത് പിന്നെ കോടതിയിൽ സമർപ്പിക്കുന്നതാണ്. അപ്പോൾ PMLA കോടതി പ്രതികരിക്കുന്നത്, ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് വരൂ, അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രം കൊണ്ട് വരൂ, അന്നേരം അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പ്രതികരിക്കാം, അല്ലാതെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് കോടതിയും പറയുകയാണ്. അപ്പോൾ കേരളത്തിന് മുമ്പിലുള്ള PMLA കോടതിയിൽ വന്ന EDയുടെ കുറ്റപത്രത്തിൽ 90 കോടി രൂപയുടെ അഴിമതിയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇനി അതല്ല, പിന്നെ ഇവിടെ പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂർ പ്രഖ്യാപിച്ചതുപോലെ ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപയുടെ അഴിമതി ഉണ്ടെങ്കിൽ, തൃശ്ശൂർ CPM നേതാവിന് 100 കോടി രൂപയുടെ ഇതിനകത്ത് ബന്ധമുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത് അന്വേഷണ ഏജൻസികൾ പിന്നെ മടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും ആർക്കും പിന്നെ ഒരു ജിജ്ഞാസ ഉണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? കാരണം അങ്ങനെ നിൽക്കില്ല. ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഈ ദേശീയ അന്വേഷണ ഏജൻസി അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചിട്ടത് എന്തുകൊണ്ടാണ്? അവർ കോടതിയിൽ ഒറ്റ ന്യായമേ പറഞ്ഞുള്ളൂ. ED ഒരേ ഒരു കാര്യം പറഞ്ഞത്, ഗോവ തെരഞ്ഞെടുപ്പിൽ 100 കോടി രൂപ ചെലവഴിച്ചത് മദ്യനയത്തിലെ അഴിമതി കൊണ്ടാണെന്ന് EDയുടെ തെളിവുണ്ട് എന്ന് പിന്നെ റൌസ് അവന്യൂ കോടതി ഡൽഹിയിൽ പറയുകയാണ് ED. അത് കോടതി അങ്ങ് അംഗീകരിച്ചു, എന്നിട്ട് റിമാൻഡ് ചെയ്യുകയാണ്. അത്ര പിന്നെ അമിതാധികാരമാണ് EDക്കുള്ളത്. ആ EDയാണ് ഇവിടെ പറയുന്നത് പിന്നെ 90 കോടി രൂപയുടെ അഴിമതിയെ നടന്നിട്ടുള്ളൂ എന്ന് 12,000 പേജിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നിട്ട് പ്രധാനമന്ത്രി പറയുന്നതോ 1 ലക്ഷം കോടി രൂപയുടെയാണ്. പറയണ്ടേ എന്താണെന്നുള്ളത്? അതവിടെ നിൽക്കട്ടെ, ചർച്ചയിലേക്ക് വരട്ടെ. അടുത്ത പോയിന്റിലേക്ക് വരാം.